ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചക്കിക്കുട്ടിയുടെ ഓണാഘോഷമാണ് കേട്ടോ അംഗൻവാടിയിൽ. അപ്പോൾ അവൾ രാവിലെ തന്നെ ഒരുങ്ങിയിട്ടുണ്ട്, നല്ല ഫ്രോക്കൊക്കെ ഇട്ടിട്ട്. ഓണത്തിനൊക്കെ മാച്ച് ആവുന്ന ഒരു നല്ല അടിപൊളി ഫ്രോക്കാണ് കേട്ടോ ഇത്. ലാസ്റ്റ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയപ്പോൾ എടുത്തൊരു ഫ്രോക്കാണ് ഇത്. അപ്പോൾ അവൾ പൂവൊക്കെ പറിക്കുന്നുണ്ട്. പൂവെല്ലാം ഞാൻ രാവിലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും അവളൊരു ഷോക്ക് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് പറിക്കാൻ പറഞ്ഞതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഞങ്ങൾ അംഗൻവാടിയിലേക്ക് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ആമ്പലൊക്കെ പറിച്ച് കയ്യിലൊക്കെ പിടിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരേ ഇല്ലൂ കേട്ടോ അംഗൻവാടിയിലേക്ക്. നടന്നിട്ട് പോകാൻ പറ്റുന്ന ദൂരേ ഇല്ല. അത് പിന്നെ ചക്കിക്കുട്ടി ഓടിയും കളിച്ചൊക്കെ അങ്ങ് എത്തിക്കോളും. പിന്നെ അവിയലായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയ കറി. അംഗൻവാടിയിൽ കുട്ടികൾ കുറവായതുകൊണ്ട് ടീച്ചർ അമ്മമാരോട് ഓരോ കറി വീതം എത്തിക്കാനാണ് പറഞ്ഞത്. അത് പിന്നെ ഞാൻ അമ്മയെ അങ്ങ് ഏൽപ്പിച്ചു. അമ്മ കറിയൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഞാനത് മാളൂനെയും കൂട്ടി അങ്ങ് അംഗൻവാടിയിലേക്ക് കൊണ്ടു കൊടുക്കാൻ പോകാമെന്ന് കേട്ടോ. ഞാനും മാളുവാണ് പോയത്. പിന്നെ അംഗൻവാടിയിലെത്തി. പിന്നെ ചക്കി ഞങ്ങളെ കണ്ടാട് ഓടി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളടുത്തേക്ക്. പിന്നെ 1 മണിയായപ്പോൾ എല്ലാ മക്കളും ഓണസദ്യ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ടീച്ചർ പറഞ്ഞത് തന്നെ അനുസരിക്കുന്നുണ്ട് എല്ലാവരും. ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് പോയി നല്ല അനുസരണയോടെ ഇരുന്നു. അംഗൻവാടിയിൽ കുട്ടികൾ കുറവായതിൻ്റെ ഒരു കുറവും ഞങ്ങൾ വരുത്തിയിട്ടില്ല കേട്ടോ അവർക്ക്. അപ്പോൾ 5-6 കറികളടങ്ങിയ ഒരു സദ്യ തന്നെയാണ് അവർക്ക് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ചക്കിക്കുട്ടി ചോറ് നല്ല അടിപൊളിയായിട്ട് വാരി തിന്നുന്നുണ്ട്. അപ്പോൾ എല്ലാ മക്കളും തിന്നുന്നുണ്ട്. 6 മക്കളും നല്ല വൃത്തി തന്നെ തിന്നുന്നുണ്ട്. അവർ നല്ല സന്തോഷത്തിലാണുള്ളത്. അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ അവരെല്ലാവരും. അത് അവരുടെ മുഖത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാനിങ്ങനെ അവിടെ നിന്ന് പറയുമായിരുന്നു, ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ പണ്ടത്തെ കുട്ടിക്കാലത്തെ ഓണ ആഘോഷമാണ് ഓർമ്മ വരുന്നതെന്ന്. പക്ഷെ അതൊക്കെ ഒരു നഷ്ടമായതുപോലെ ഒരു ഫീലിങ്സ് ഉണ്ട്. എന്താണ് ഇനി അത് തിരിച്ചു കിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം മനസ്സിലെവിടെയോ ഒന്ന് തോന്നിപ്പോയി. അപ്പോൾ എല്ലാ മക്കളും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ചക്കിയും കഴിക്കുന്നുണ്ട്. ചക്കി ഇന്നലെ രാത്രി കുഴപ്പമായിരുന്നു കേട്ടോ. എനിക്ക് രാവിലെ എണീക്കണം, നാളെ ഓണാഘോഷമാണ്, എനിക്ക് പൂ പറിക്കണം. പക്ഷേ ആളിന്ന് ലേറ്റായിട്ടാണ് എണീറ്റത്. പക്ഷെ പൂവെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം റെഡിയാക്കി കവറിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടാണ് ഞാൻ ചക്കിനെ അംഗൻവാടിയിലേക്ക് ആക്കിയത്. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിയാറായി. എനിക്ക് മതിയമ്മേ എന്ന് പറയുന്നുണ്ട് സൈഡിൽ നിന്ന്. ഓരോരാളും ഓരോ രീതിയിൽ പറയുന്നുണ്ട് എനിക്ക് മതിയമ്മേന്ന്. പിന്നെ ഇത് ഞങ്ങളുടെ അതിഥിയാണ് കേട്ടോ, വാർഡ് മെമ്പർ ബൈത്തേട്ടനാണ് ഇന്നത്തെ അതിഥിയായി എത്തിയിട്ടുള്ളത് ഈ പരിപാടിക്ക്. പിന്നെ ഞങ്ങളും ഇരുന്നു. ഓരോ അമ്മമാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തറയിലാണ് കേട്ടോ ഇരുന്നിട്ടുള്ളത്. സാമ്പാറുണ്ട്, എല്ലാ കറികളും ഉണ്ട്. പിന്നെ ടീച്ചറുണ്ട് എൻ്റെ സൈഡിൽ. പിന്നെ എൻ്റെ അമ്മ. അപ്പോൾ മാളു. പിന്നെ എല്ലാ രക്ഷിതാക്കളും ഇരുന്നിട്ടുണ്ട്. എല്ലാ മക്കളുടെ അമ്മമാരെത്തിയിട്ടുണ്ട്. ഒരാൾ പോലും വരാതെ ഇരുന്നിട്ടില്ല കേട്ടോ. അത് വലിയൊരു കാര്യം. പിന്നെ ടീച്ചറുണ്ട്. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് കേട്ടോ. അപ്പോൾ മാളുവാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് അത്തപ്പൂക്കളം ഞങ്ങളുടെ മക്കളിട്ടൊരു അത്തപ്പൂക്കളമാണ് കേട്ടോ, കൊച്ചത്തപ്പൂക്കളം. ഇതിപ്പോൾ നമ്മൾ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച പൂക്കളാണ്. എല്ലാം ഒന്നുപോലും പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല. അതാണ് ഞങ്ങൾ ബിസ്ക്കറ്റ് ഈറ്റിംഗ് ആണ് കേട്ടോ. ഭക്ഷണം എല്ലാം കഴിച്ച് ഒരു 5 മിനിറ്റ്. അപ്പോൾ ചക്കിക്കൊന്നും ബിസ്ക്കറ്റ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തെന്നാന്ന് പോലും അറിയില്ല. അപ്പോൾ ടീച്ചർ അവർക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു കേട്ടോ, എന്തെന്നാക്കേണ്ടത്, ഇത് ചാടിക്കടിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചക്കിക്കെല്ലാം. ചക്കി ഇത് ഫസ്റ്റ് ടൈം അല്ലേ. ചക്കിക്ക് ഇതുവരെ ബിസ്ക്കറ്റ് ഈറ്റിംഗ് മുട്ടായി വറുക്കലൊന്നും ചക്കിയൊന്നും കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ടീച്ചർ അവർക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെഡി 1 2 3 എന്ന് പറഞ്ഞാലും എല്ലാ കുട്ടികളും ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോരോ ആൾക്കാർ അവർ അമ്മമാരെ കണ്ട ഒരു ചമ്മലിങ്ങനെ നിൽക്കാന്ന് കേട്ടോ ചാടാൻ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ പറയുന്നു നമ്മളോട്, ഇവർ നേരത്തെ നല്ല ഉഷാറിൽ കളിച്ചവരാണ്, ഇപ്പോൾ പക്ഷേ അമ്മമാരെ കണ്ടുകൊണ്ട് ഒരു ചമ്മലിൽ നിൽക്കുകയായിരുന്നു. നേരത്തെ ഒരു ടീച്ചർ ഒരു ട്രയൽ വെച്ചിരുന്നു. അപ്പോൾ അതിൽ നല്ല ഉഷാറായിട്ട് ചാടിയ കുട്ടികളിങ്ങനെ ചമ്മി നിൽക്കുകയായിരുന്നു അമ്മമാരെ കണ്ടിട്ട്. അപ്പോൾ അൻവിക്കുട്ടി കടിച്ചിട്ടുണ്ട്. പിന്നെ ചക്കി ഇതൊക്കെ ഇട്ടതിൻ്റെ കൈ കൊണ്ടെടുത്ത് വായിലിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബിസ്ക്കറ്റ് കിട്ടാത്ത കുട്ടികളെല്ലാം കൈ കൊണ്ടെടുത്തിട്ട് വായിലിടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ചക്കി അങ്ങനെ ഇതെല്ലാം എടുത്ത് അങ്ങ് വായിലേക്ക് അങ്ങ് കുത്തിക്കയറ്റി. അപ്പോൾ ബിസ്ക്കറ്റ് ഈറ്റിങ് കഴിഞ്ഞു. ടീച്ചർ എല്ലാവരും ഒരു സൈഡിലേക്ക് അങ്ങോട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ പരിപാടി ഇങ്ങനെയൊന്ന് പോകാൻ വേണ്ടി തന്നെ ഏറ്റവും ഒരു നല്ലൊരു സപ്പോർട്ടാണ് ടീച്ചറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ടീച്ചർ ഞങ്ങളെന്തോ പറയുന്നത് അതിനെല്ലാം ടീച്ചർ റെഡിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ഫസ്റ്റും സെക്കൻഡും ഒന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും തുല്യമായ ഒരു സമ്മാനം കൊടുത്തു. ഒരു ചെറുതാണെങ്കിലും, കാണാൻ ചെറുതാണെങ്കിലും അവർക്കതൊരു വലിയ സമ്മാനമാണ്. അവരുടെ ചിരിയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ എല്ലാ മക്കൾക്കും
നമ്മളെ വാർഡ് മെമ്പർ സമ്മാനം നൽകി. ഓരോരാൾ സമ്മാനം വാങ്ങിച്ചു. പിന്നെ ഇത് പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ് നമ്മളെ വാർഡ് മെമ്പറും ടീച്ചറും. അപ്പോൾ മക്കളെല്ലാം അതിനങ്ങോട്ട് താങ്ക് യു എന്ന് പറയുന്നുണ്ട്, ഓണാശംസകൾ അങ്ങോട്ട് പറയുന്നുണ്ട്. പിന്നെ ഇത് പരിപാടി കഴിഞ്ഞിട്ട് എല്ലാവരും ബാഗൊക്കെ എടുത്ത് റെഡിയായി നിന്ന് വീട്ടിലേക്ക് പോകാൻ ഞങ്ങളും അങ്ങനെ ഇറങ്ങി. ഇത് ടീച്ചർ ഓരോ തമാശകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ പോവാണ് കേട്ടോ. പിന്നെ അപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുകയെന്ന്. അപ്പോൾ ഇത് വീടെത്താനായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ബൈ, താങ്ക് യു.